ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. ഇന്ന് കൂടുതൽ കാണിക്കുന്നത് കുക്കിംഗ് മാത്രമാണ്. ക്ലീനിങ് ഒന്നും അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് പൂരി, പിന്നെ തലേന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിന്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിന്. അപ്പോൾ അത് കാണാത്തവരത് കണ്ടു നോക്കാം. നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ചോറിന് വെള്ളം വെച്ച് വേഗം തന്നെ അരി ഞാൻ അവിടെ കഴുകിയിട്ട് വെച്ച്. അപ്പോൾ ചോറിൻ്റെ വെള്ളം തളിച്ചിട്ടൊന്നുമില്ല, അരി ഞാൻ ഇവിടെ കയറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ അലക്കാനിട്ടിനി. അപ്പോൾ അലക്കുന്നതെല്ലാം ഒരു ഭാഗത്താക്കിയിട്ട് ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെഷീനാകുമ്പോൾ, വാഷിംഗ് മെഷീനാകുമ്പോൾ വല്ലാത്ത ഇടങ്ങാറാണ്, സെമി ഓട്ടോമാറ്റിക്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ കൂടെ നമ്മൾ ഇതിൻ്റെ വെള്ളം കളയലും ഇതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ അലക്കാൻ നിൽക്കലും എല്ലാം കൊണ്ടൊരു ഇടങ്ങാറ് തന്നെയല്ല. നമുക്ക് ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ അത് നോക്കണ്ട. പിന്നെ അതുപോലെ കല്ലുമ്മന്ന് അലക്കുന്നതാണെങ്കിൽ അതും നോക്കണ്ട. കല്ലുമ്മന്നെല്ലാം അലക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അലക്കി കഴിയുമല്ല. പിന്നെ ഓട്ടോമാറ്റിക് മെഷീനാണെങ്കിൽ അതും നമ്മൾ ചിന്തിക്കണ്ട. ഈ സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്കിതാണ് പ്രശ്നം. കൂടെ അതിൻ്റെ വെള്ളം കളയാൻ പോക്കും, പിന്നെ അതിൽ വെള്ളം കളഞ്ഞിട്ട് പിന്നെ അലക്കാൻ നിൽക്കലും എല്ലാം കൊണ്ടും അതൊരു അടങ്ങാറ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി വേഗം തന്നെ അലക്കലവിടെ കഴിച്ച്, അല്ലെങ്കിൽ പിന്നെ മോന്തി വരെ വാഷിംഗ് മെഷീനിൽ തുണി ഉണ്ടാവും. അപ്പോൾ ഞാൻ അലക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ കലമുക്കായി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തലേന്ന് രാത്രി ഹസ്ബൻഡ് കൊണ്ടുത്തന്നതാണ് സഫാരി മാളിൽ നിന്ന്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയലുണ്ട് സഫാരി മാളിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേങ്കിൽ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കലമുക്കായി എവിടെ നിന്ന് കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞത് സഫാരി മാളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ പിന്നെ എന്തെല്ലാം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കലമുക്കായെല്ലാം വൃത്തിയാക്കി വെച്ച്. അപ്പോൾ ഞാൻ കലമുക്കായി പൊരിക്കാനും പിന്നെ കുറച്ച് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയത്തേക്ക് ഞാൻ മക്രോണിയും പിന്നെ കലമുക്കായ നിറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കലമുക്കായ അതും മാറ്റി വെച്ചിനി. അത് വൃത്തിയാക്കിയിട്ടില്ല, വൃത്തിയാക്കണം. പിന്നെ ഈ ഒരു തേങ്ങ ഞാൻ കലമക്കായ് ചാറിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നതാണ്. തേങ്ങയിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൈപ്പക്കാട മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ മുളകിടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് പറ്റിച്ച പോലെ ആക്കിയിട്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ട് പെരക്കിയിട്ട് അവിടെ വെച്ചതാണ്, അതിൻ്റെ കയ്പ്പ് രസമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല. കയ്പ്പോട് കൂടിയിട്ടാണ് കയ്പ്പൊക്കെ കഴിക്കാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടുന്ന് മക്കളാരും കഴിക്കൂല, ഭയങ്കര കയ്പ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ കുറേ കയ്പ്പെല്ലാം അങ്ങനെ പോയി കിട്ടും. അതുകൊണ്ട് പിന്നെ നല്ലോണം കൂട്ടിക്കോളും. അപ്പോൾ ഞാനിതാ കലമുക്കായി കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കലമുക്കായി കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച്, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഉള്ളി ചെറുങ്ങനെ മുറിച്ചത് ഇട്ടിട്ട് വാട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് വാട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടിക്കഴിഞ്ഞാൽ കലമുക്കായും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. എന്നിട്ട് ലേശം പുളിവെള്ളം ഉപ്പ് ഇട്ടിട്ടൊന്ന് ചെറുങ്ങനെ തിളക്കുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വന്നിട്ടുണ്ട്, ഞാൻ ചോറ് വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി കൈപ്പക്ക മുളകിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൈപ്പക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് മുളക് പൊടി. ഞാൻ 2 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുളി കുറച്ച് കട്ടിയിലങ്ങ് പിഴിഞ്ഞ് കൊടുക്കുക. കൂടുതൽ വെള്ളമാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നങ്ങ് വേവല്ല, കയ്പക്കല്ല. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 അല്ല 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കലമുക്കായ് ചാറ് ഇടുന്ന് തിളക്കുന്നുണ്ട്. ഞാൻ ലേശം കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ കലമുക്കായ് ചാറ് റെഡിയായി. ഇനി കലമുക്കായ് പൊരിക്കണം. അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് കലമുക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം.
ഇനി കയ്പ്പക്കയിൽ കടു താളിച്ച് ഒഴിക്കുക വേണ്ടു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും പിന്നെ കുറച്ച് പാത്രമെല്ലാം കയറ്റെടുക്കാനുണ്ട്. കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് പിന്നെ ഇത് പാത്രം കുറച്ച് കയറ്റെടുക്കാനുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കയറ്റി വെച്ച് പിന്നെ കലമുക്കായി ഏകദേശം പിന്നെ വെന്തിട്ടുണ്ട്. ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലമുക്കായുടെ റെഡി ആയിട്ടുണ്ട്. നല്ല കലമുക്കായ കേട്ടോ. അങ്ങനെ വലിയ ചോയയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം പൊരിച്ചെടുത്താൽ മക്കൾക്ക് തനിയെ ചോറങ്ങ് പോയിക്കോളും. ഭയങ്കര ഇഷ്ടമാണ്. ഇതന്നെ കലമുക്കായി, ചെമ്മീൻ, കൂന്തൽ ഇങ്ങനെയെല്ലാം പൊരിച്ചെടുത്താൽ ചോറ് നല്ലോണം കഴിച്ചോളും. പിന്നെ അതുപോലെ തന്നെ ഈ കയ്പ്പക്ക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ തലശ്ശേരി നാട്ടിൽ ഇത് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കയ്പ്പക്ക മുളകിട്ടത്. കയ്പ്പക്ക മുളകിട്ടതും പിന്നെ ഈ ഒരു കലമുക്കായി ചാറെല്ലാം കൂട്ടിയിട്ട് ചോറ് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ചോറും കറിയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചോറെല്ലാം അതിന് ശേഷം ഇത് ഞാൻ വിളമ്പി മക്കൾക്കും കൊടുത്ത് പിന്നെ ഞാനും കഴിച്ച്. ഇനി കലമുക്കായി നിറക്കാൻ വേണ്ടിയിട്ടുള്ള അരി പൊതിർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അരി പോത്തിയിട്ടില്ലേനു. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചോറ് കഴിഞ്ഞതിന് ശേഷമാണ് അരി പോത്തിയെടുക്കുന്നത്. പിന്നെ കലമുക്കായ്ക്ക് നെയ്പ്പത്തിനെല്ലാം അരി പോത്തിയെടുക്കുമ്പോൾ വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ചൂടുവെള്ളത്തിൽ അരി ഇട്ടുകൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോളിരുന്ന് അടിച്ച് വരുന്നുണ്ട്. ഇന്ന് രാവിലെ അടിച്ച് വരീനി, പക്ഷേങ്കിൽ വൈകുന്നേരം കൂടി ഒന്ന് ഞാൻ അടിച്ച് വരാൻ പറയുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 ദിവസമായി പ്ലം കേക്ക് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഈ ഒരു കേക്കെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഇതിൻ്റെ റെസിപ്പി പറയുന്നുണ്ട് കേക്കിൻ്റെ. ഇത് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എന്താ പറയണ്ടേ, സോക്ക് ചെയ്യാണ്ട് അങ്ങനെ ഒരു എളുപ്പത്തിലുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വൈകുന്നേരത്തെ ചായൻ്റെ കടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചായൻ്റെ കടി എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നുമില്ല, കായ് വരച്ചത് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് മദ്രസൻ്റെ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ് ഞാൻ. മോൾക്ക് 5:30 മണിക്കാണ് ക്ലാസ്സിലിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ കായ് പൊരിച്ച് പിന്നെ ചായ ഉണ്ടാക്കി എന്നിട്ട് വേഗം തന്നെ മക്കൾക്ക് കൊടുത്ത്. അങ്ങനെ ഇത് നമ്മൾ ചായ കുടിയും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കലമുക്കായെല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചത്. അപ്പോൾ കലമുക്കായ് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കൂടുതൽ ലെങ്തി ആയിപ്പോവും വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. മറ്റേ നമ്മൾ ഉണ്ടാക്കിയ കാരമൽ സിറപ്പിൽ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഈത്തപ്പഴം പിന്നെ കറുത്ത മുന്തിരിയില്ലേ അതും ലേശം ഇട്ട് കൊടുക്കുക. പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, വെയ്യ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത്, പിന്നെ കുറച്ച് കാരമൽ സിറപ്പ് ഇതിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് അത്രയും മതി കേട്ടോ. കുറേ നേരം ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിന് മുമ്പിട്ട കേക്കിൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പിന്നെ ഡ്രൈ ഫ്രൂട്ടെല്ലാം സോക്ക് ചെയ്തത് ഓറഞ്ച് നീരിലാണ്. അത് 2 ദിവസം പിന്നെ ഒരാഴ്ച അങ്ങനെയെല്ലാം സോക്ക് ചെയ്തിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. പക്ഷേ അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ കേക്കെല്ലാം. പക്ഷേങ്കിൽ അതിലും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു കേക്ക് എന്നാണ് എൻ്റെ ഹസ്ബൻഡ് മക്കളെല്ലാം പറഞ്ഞത്. പക്ഷേങ്കിൽ അത്ര കളറ് പോരാ, ആ ഒരു ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ കലമുക്കായൻ്റെ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ 2-3 പ്രാവശ്യം ഞാൻ കലമുക്കായ നിറക്കുന്നതിൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ അരിയിൽ മസാല കൂട്ടുന്നതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കുറേ വീഡിയോ ഇട്ടിന്, അപ്പോൾ അത് കാണാത്തവരോട് ഇത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ പ്ലേലിസ്റ്റിലൊന്ന് കയറിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വേറെ തന്നെ ഓരോന്നിൻ്റെ ചിക്കൻ റെസിപ്പീസ് പിന്നെ ബിരിയാണി അങ്ങനെ വ്ളോഗ് അങ്ങനെ ഓരോ പേര് എഴുതിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കലമുക്കായെല്ലാം നിറച്ച് ഇത് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മക്രോണി ഉണ്ടാക്കുന്നുണ്ട്. മക്രോണിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പേ ഇട്ടിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ, ഇതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ, 1/4 ടീസ്പൂണ് സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും 1/4 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചതും. ഞാനിപ്പോൾ ജാതിക്ക ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് 1/4 ടീസ്പൂണ് അയമോദകയില്ലേ, അതിന് കേക്ക് ജീരകം എന്ന് പറയും, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ടയും 1 ടീസ്പൂണ് വാനില എസൻസും ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഇതിലേക്ക് പ്ലം കേക്കിൻ്റെ എസൻസ് വരുന്നുണ്ട്, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടീസ്പൂണ്. ഇനി ഇത് നല്ലോണം സ്റ്റിഫായി വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കാരമൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂട് തീരെ പാടില്ല, ഇളം ചൂട് പോലും പാടില്ല കേട്ടോ. നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനി നിങ്ങൾക്ക് അതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഞാനിതിൽ പകുതിയോളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ടിൽ ഞാൻ വേറെ തന്നെ 2 ടീസ്പൂണ് മൈദ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഇടുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ടെല്ലാം അടിയിൽ പോയിട്ട് നിൽക്കും, അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തത്. നമുക്ക് ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തത്. എൻ്റെ അടുത്ത് ഉള്ള ഒരു ചെമ്പ് തന്നെയാണ്, അപ്പോൾ അത് ഒരു 8 ഇഞ്ചിൻ്റെതാണ്. അപ്പോൾ ഞാനതിൽ ലേശം ഓയിൽ തടവിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലല്ല, കുക്കറിലാണ്. ഞാൻ കുക്കറിൽ നേരത്തെ ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ ആദ്യം കുറച്ച് വലിയ തീയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് വലിയ തീയിൽ വെച്ച് കൊടുക്കാൻ, എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. എന്തായാലും 1 മണിക്കൂറെങ്കിലും പിടിക്കും ഇത് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഈ കേക്ക്. ഇനി ഇത് അടുത്ത പരിപാടി കലമുക്കായി പൊരിക്കലാന്ന്. അപ്പോൾ ഞാൻ ഇതിന് നമ്മൾ മുളക് വരക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ മുളക് പൊടിയും പിന്നെ ലേശം ഗരം മസാലപ്പൊടി ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷമാണ് ഈ കലമുക്കായി മുക്കിയിട്ട് പൊരിക്കുന്നത്. ഞാൻ കേക്ക് അടുപ്പത്താക്കി പിന്നെ നിസ്കരിച്ച് വന്നിട്ടല്ലാന്ന് കലമുക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കാണുന്ന നിങ്ങൾ വിചാരിക്കേണ്ട വെറും പണി തന്നെയാണ്, കിച്ചണിൽ തന്നെ എന്നെല്ലാം വിചാരിക്കേണ്ട. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്കിന് ആ ഒരു കളറ് കിട്ടിയിട്ടില്ല, പക്ഷേങ്കിൽ 2 ദിവസം കഴിഞ്ഞേരം നല്ല കളർ കിട്ടീന് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. പിന്നെ ഇത് ഒരാഴ്ചയെങ്കിലും വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും, ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.